ധന്യമീ ജീവിതത്തിൽ ഇന്ന് പറയുന്നത് മാതൃത്വത്തെക്കുറിച്ച് ആണ്. ഈ ഭൂമിയിൽ ഏറ്റവും പവിത്രമായ കാര്യം മാതൃത്വം ആണ്. സ്വന്തം അമ്മയെ ധിക്കരിച്ചവര് ജീവിതത്തിൽ രക്ഷപ്പെട്ട ചരിത്രം ഇല്ല. അമ്മയോട് തെറ്റി നിൽക്കുന്ന മക്കൾ വരെയും ഉണ്ട്. ഒരു ചോദ്യം, നിങ്ങൾ പറയുന്നത് നല്ല ഗുണങ്ങളുള്ള അമ്മമാരുടെ കാര്യമല്ലേ? അങ്ങനെ നല്ല ഗുണം ഇല്ലാത്ത അമ്മമാരാണെങ്കിലോ? സാധാരണഗതിയിൽ ഒരു അമ്മ മകന്റെ ഭാഗമേ പറയുള്ളൂ. ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് അതിനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല. ഒറ്റപ്പെട്ട ഒരു സംഭവമോ ഒരു കാര്യമോ അതിൽ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറയാണ്ടാവും. കുന്തിദേവിക്ക് വരെ ആദ്യം പ്രസവിച്ച പുത്രനെ ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ. വേദാന്തത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അതിന്റെ കർമ്മമാണ് ചെയ്തിരിക്കണത് എന്നുള്ളത് വേറെ കാര്യം. ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ട സ്ത്രീകളുടെയും കൂടെ അവരുടെ കുട്ടികളെ അമ്മയുടെ കൂടെ നിൽക്കുകയാണ് നല്ലത്. മാതാവിൽ നിന്ന് കിട്ടുന്ന സുരക്ഷിതത്വം വേറെ എവിടെയും കിട്ടില്ല. കേരളത്തിലെ വലിയ ഒരു സെലിബ്രിറ്റി, ആ സെലിബ്രിറ്റിയുടെ അമ്മ അവശയായി കിടക്കുകയാണ്, സംസാരിക്കാൻ വയ്യ, ബെഡിൽ കിടക്കുകയാണ്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ചെന്നു. ഇയാള് വലിയ പ്രമാണിയാണ്. അയാളുടെ ആജ്ഞക്കനുസരിച്ച് എത്രയോ പേര് കിടുകിടാ വറച്ചു നിൽക്കുന്ന പ്രമാണിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വരി എന്റെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്തരക്ക് അവസരങ്ങളിൽ ഓരോരുത്തർ പറഞ്ഞ വരി, എത്ര പ്രമാണിയാണെങ്കിലും ജീർണിച്ച ശരീരമാണെങ്കിലും ഒരു അമ്മ തരുന്ന ശക്തി, സുരക്ഷിത ഭാവം വേറെ എവിടെയും കിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്തോളൂ, വൃദ്ധയായ അമ്മ അവിടെ ഉണ്ട്. എന്റെ മോനത് ചെയ്യില്ല. ആ അമ്മയ്ക്ക് കായിക ശക്തിയല്ല പ്രധാനം, അമ്മ നമുക്ക് തരുന്ന സുരക്ഷിത ഭാവം ആണ്. ആ സുരക്ഷിത ഭാവത്തിന്റെ കാര്യമാണല്ലോ അമ്മ മരിച്ചു. വിദേശത്ത് പേരക്കുട്ടികൾ വരെയൊക്കെ ആയി സെറ്റിൽ ചെയ്തു. നാട്ടിൽ വീട് പണിതിട്ടുണ്ട്. ആ വീടൊരു ഭാരമാണ്. ഇതിങ്ങനെ നോക്കാനും തുടയ്ക്കാനും റിപ്പയർ ചെയ്യണം വേണം. അവര് താമസിക്കുകയില്ല. പിന്നെ എന്തിനാ അവിടെ വീട് വെച്ചിരിക്കണത്? ആ വീട്ടിലാണ് അമ്മ ഉണ്ടായിരുന്നത്. അമ്മ മരിച്ചത് എവിടെയാണ്? ആ അമ്മയുടെ ശവസംസ്കാരം നടത്തിയത് അവിടെ വെച്ചാണ്. കാലശേഷം റോഡ് സൈഡിലൊന്നല്ലാത്ത ഉള്ളോട്ട് വരെ പല വീടും വെക്കുന്നത് അച്ഛനെ അമ്മയെ സംസ്കരിച്ച് വിടയാണ്. അത് തരുന്നത് വലിയ ഒരു സുരക്ഷിതത്വം ആണ്. ഇത് കുട്ടികൾക്ക് ക്ലാസ് പഠിക്കാനില്ല, പറഞ്ഞു കൊടുക്കാൻ ആളുമില്ല. അതിൻ്റെ ദുരിതങ്ങൾ സമൂഹത്തിൽ ഉണ്ട്. ഒരു മകന് അമ്മയെ ഇഷ്ടമല്ല, അമ്മയെ കണ്ടുകൂടാ. ചീത്ത അമ്മയില്ല എന്ന് ആലോചിക്കണം. സകലയിലും ചീത്തയുണ്ട്. ചീത്ത മാങ്ങ, ചീത്ത ചക്ക, ചീത്ത മനുഷ്യൻ ഒക്കെ പറയാം. ചീത്ത അമ്മ ഇല്ല. പക്ഷെ ഈ മകന്, കഥയിലെ മകന്
അമ്മയെ ഇഷ്ടം അല്ല. അങ്ങനെ അമ്മയിൽ നിന്ന് അകന്നു. അമ്മയിൽ നിന്ന് അകന്നിട്ട് പോയി. അമ്മയെ കാണാൻ പറ്റില്ല. അമ്മയെ പറ്റി പറഞ്ഞത് തന്നെ വിരോധമാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ മകൻ. ഇവിടുന്ന് അങ്ങോട്ട് പറയണത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യം ആണ്. ധന്യമീതത്തിൽ സങ്കല്പിച്ച് പറയുന്നത് സങ്കല്പാന്ന് ഞാൻ പറയാറുണ്ട്. ഇത് ഉണ്ടായ സംഭവമാണ്. മകനാകട്ടെ വലിയ പാട്ടുകാരൻ. ധാരാളം പേരുടെ കയ്യടി കിട്ടണം. പാടാൻ ഒരിടത്ത് ചെന്നാൽ ധാരാളം പേര് കയ്യടിക്കും. വേണമെങ്കിൽ നീ എൻ്റെ മകനായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് വരെ വല്ല സ്ത്രീകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പ്രശസ്തി ഒരു വെള്ളച്ചാട്ടം മാതിരിയാണ്. അത് വന്നിട്ട് അങ്ങോട്ട് ചാടുമല്ലോ പ്രശസ്തി. അങ്ങനെ ഇരിക്കെ അമ്മയെ കണ്ടുകൂടാ. അമ്മയുടെ അടുത്തേക്ക് പോവില്ല. മകൻ പാടുന്നത് കേൾക്കാൻ അമ്മ പല ശ്രമവും നടത്തി. പക്ഷെ മകൻ അവിടുന്ന് ഒഴിഞ്ഞു മാറി. അമ്മയ്ക്ക് വാർദ്ധക്യമായി. ആരും നോക്കാനില്ല. മകൻ എന്തത്ര വിരോധം ചോദിക്കണ്ട. കാരണം വിരോധത്തിന് യാതൊരു കാരണവും വേണ്ട. കംസന് കൃഷ്ണനോട് എന്തത്ര വിരോധം? മരുമകനോട്. അശരീരി കേട്ടാണല്ലോ പ്രശ്നം. അശരീരി എന്ന് പറഞ്ഞാ നമ്മുടെ അകത്തുനിന്ന് വന്നിട്ടുള്ള എന്തോ ഒരു തെറ്റായ വിചാരം, ഒരു തെറ്റായ ധാരണ, അന്ധവിശ്വാസം. അങ്ങനെ ഇരിക്കെ അമ്മ അറിഞ്ഞു അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഗാനമേളയ്ക്ക് മകൻ വരുന്നു. വീടിന്റെ അടുത്തല്ല, കുറച്ച് അകലെയാണ്. അപ്പൊ കുറച്ച് അകലെയാണെങ്കിൽ ശരി, അവിടെ എവിടെയെങ്കിലും നിന്ന് കേട്ടാൽ ഈ ഗായകന്റെ അമ്മയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ലേ? അപ്പോഴാണ് ഒരു കാര്യം കിട്ടിയ അവിടെ ഒരു പരിചയക്കാരിയുണ്ട് അമ്പലത്തിന്റെ അടുത്ത്. ഗാനമേള നടക്കുന്നതിനടുത്താണ്. ആ പരിചയക്കാരെ കൂടെ ഞാൻ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ മുറിയിൽ ഒളിഞ്ഞിരിക്കാം. ജനവാല് പതുക്കെ തുറന്നിട്ടാൽ മകൻ അവിടെ മൈതാനത്ത് നിന്ന് പാടുമ്പോൾ എനിക്ക് കേൾക്കാമല്ലോ. അങ്ങനെ ആരും അറിയാതെ അമ്മ പോയി. പോകുമ്പോൾ മകന്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചുള്ള പോസ്റ്ററൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഇവിടെ പോയിട്ട് ഒളിച്ചിരിക്കുമ്പോൾ എങ്ങനെയോ ഈ ന്യൂസ് ലീക്കായി. ഒരാള് വേറൊരാളോട് പറഞ്ഞു, ഇയാള് പ്രശസ്തനായ ഇദ്ദേഹം പാടാൻ വന്നപ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ അടുത്തിന്ന വീട്ടിലെ അമ്മ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പാട്ട് കേൾക്കാൻ. അപ്പൊ അമ്മയ്ക്ക് അഭിമാനവും. അമ്മയോട് അസൂയുള്ള കുട്ടികളുണ്ട്. ഈ മാർക്ക് തന്നെ മതി. ഇനി അമ്മ വല്ലാതെ അങ്ങോട്ട് അഹങ്കാരം കാണിക്കണ്ട. അവനവന്റെ മാർക്കിന്റെ കാര്യത്തെ പറ്റിയാ പണ്ടേ ഇതന്നെ വലിയ മാർക്കാ, ഇനി ഇതിലും വലിയൊന്നും അമ്മ സ്വപ്നം കാണണ്ട. അങ്ങനെ എന്റെ പാട്ട് കേൾക്കണ്ട, സന്തോഷിക്കണ്ട. സംഘാടകരോട് പറഞ്ഞു, എനിക്കിന്ന് പാടാൻ നിവൃത്തി ഇല്ല. ഗാനമേള ഉണ്ടായില്ല. എല്ലാവരും നിരാശരായി മടങ്ങി. അമ്മയും മടങ്ങി. അങ്ങനെ ഇരിക്കെ വലിയൊരു അപകടത്തിൽ മകൻ പെട്ടു. രണ്ട് കാലിനും ചലനശേഷി ഇല്ലാത്ത വിധം ഒരു മരത്തടിയട്ട കാലിൽ വീണതാണ് സംഭവം. എങ്ങനെയോ
എല്ലാവരുടെയും ഹൃദയത്തെ ദ്രവിപ്പിച്ചുകൊണ്ട് അമ്മേ 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 എന്ന് മകൻ വിളിച്ച് 10,000 തവണയെങ്കിലും കരഞ്ഞിട്ടുണ്ടാവും. ആ കാഴ്ച കണ്ട ഒരാളാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് കഥയുടെ ക്ലൈമാക്സ് എനിക്കറിയില്ല. മകനെ കാണാൻ അമ്മ പോയോ എന്നറിഞ്ഞൂടാ. പോയാൽ മകൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അമ്മയ്ക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഗാനമേള നടത്തണ്ടെന്ന് പറഞ്ഞ അമ്മ കേൾക്കും, ഗാനമേള നടത്തണ്ടെന്ന് പറഞ്ഞ് പോയ മകനെ കുറിച്ച് എന്താണ് പറയുക? ആ മകന്റെ അന്ത്യം കഴിഞ്ഞോ എന്നറിയില്ല. ഒരു വ്യക്തി ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്നറിയണമെങ്കിൽ മരിക്കണം. അനുഭവിക്കട്ടെ എന്ന് പലരും പ്രാഗിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം തീർച്ചയാണ്, അമ്മയുടെ അനുഗ്രഹത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. ഇത് മക്കള് ചിന്തിക്കണം. അമ്മയെ കുറ്റപ്പെടുത്തരുത്. നമ്മുടെ അമ്മയെ വേറെ ആൾ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ നമ്മൾ അവിടുന്ന് പോരുക. ഇത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ആദിശങ്കരൻ ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും ഒന്നാമത്തെ ബുദ്ധിമാൻ ആദിശങ്കരൻ ഏറ്റവും അധികം പറഞ്ഞത് മാതാവിനെ കുറിച്ചാണ്. പ്രപഞ്ചമാതാവ്, പരാശക്തി, അതിൻ്റെ റെപ്രസെന്റേഷനാണ് ഈ അമ്മ. ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.